നമസ്കാരം, CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ തൃക്കണ പതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളിലും പാടശേഖരങ്ങളിലുമാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കർശന നടപടി വേണമെന്ന് നാട്ടുകാർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച ഇരുമുപ്പെട്ടി പഞ്ചായത്ത് ഓഫീസിന്റെ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരണസമിതി. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് നടക്കും. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 28-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചാട്ടുകുളം ഔദ്യോഗികമായി ജനങ്ങൾക്ക് സമർപ്പിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. ചാട്ടുകുളത്ത് ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിന് AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, T സോമശേഖരൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അതിനുവേണ്ടി എല്ലാവരുടെയും കൂടി ശ്രമം എന്നാണ് ബന്ധിക്കേണ്ടത്. ഇവിടെ അല്പം കൂടി പണികൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള പൈസ 20 ലക്ഷം രൂപ അതിന് പ്രത്യേകം അനുമതിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് തന്നെ വകുപ്പിൻ്റെ അനുമതിയിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള അലങ്കാര വിളക്കുകൾ ഇതിൻ്റെ കൂടെ വരും. അത് നമുക്ക് മിക്കവാറും ജനുവരി മാസത്തിൽ തന്നെ പണി തീർക്കാനാവും. വളരെ ചെറിയ പണികളാണുള്ളത്. അതിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പറ്റിയ ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെയുള്ള അതിനു വേണ്ടിയുള്ള ആളുകളെ ഇന്ന് കണ്ടെത്തി പിടിച്ച് ചെയ്യേണ്ടതാണ് ആ പണി. അതുകൂടി ഈ കുളത്തിൻ്റെ പണിയുടെ ബാക്കിയാകും എന്നുള്ള നിലയ്ക്ക് ചെയ്യാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട സ്ഥലം തീരുമാനിക്കണം. സംഘാടക സമിതി ഭാരവാഹികളായി സീതാ രവീന്ദ്രൻ, ബിന്ദു PV എന്നിവരെ നിയോഗിച്ചു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജലസ്രോതസ്സിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ ടൂറിസം വികസനത്തിന് വലിയൊരു പാത സൃഷ്ടിക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മൈനർ ഇറിഗേഷൻ വകുപ്പാണ് നിർവഹണ ചുമതല വഹിച്ചത്. 4 ഏക്കറോളം വിസ്തൃതിയിലാണ് വിശാലമായ ചാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത്. കുളത്തിന്റെ ആഴം കൂട്ടി ചുറ്റും സംരക്ഷണ ഭിത്തികൾ സ്ഥാപിക്കുകയും കുളത്തിലേക്ക് ഇറങ്ങുന്നതിനായി പടികളും കുളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ വിരിച്ച നടപ്പാതയും കുളത്തിനു ചുറ്റും കൈവരിയും നിർമ്മിച്ച് മനോഹരമാക്കി. പെങ്ങാമുക്ക് കള്ളുഷാപ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ വൈദ്യുതിക്കാലിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതിക്കാൽ തകർന്നു. ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് അപകടം. ചിറക്കൽ ഭാഗത്തു നിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതക്കാൽ തകർന്നതോടെ പെങ്ങാമുക്ക് മേഖലയിൽ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ KSEB ജീവനക്കാരെത്തി പോസ്റ്റ് മാറ്റുന്ന ജോലികൾ ആരംഭിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതത്തിന്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ച് കാണുന്നവരായിരിക്കരുത് അധ്യാപകരെന്ന് പ്രഭാഷകയും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ പറഞ്ഞു. ചൂണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ തിരിച്ചറിയാൻ നമ്മൾ സ്വയം പഠിക്കണം. മനുഷ്യത്വമില്ലാത്ത അധ്യാപകർ നമ്മുടെ പുരാണങ്ങളിലുണ്ട്, ഇപ്പോൾ നാട്ടിലും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യക്കുട്ടികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളെ മനുഷ്യനാക്കി ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനാണ് അധ്യാപകർ ശ്രമിക്കേണ്ടത്. ഭരണഘടനാ മൂല്യങ്ങളെ പഠിപ്പിക്കാനാണ്, നിങ്ങളുടെ തോന്നിവാസം പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ അറിവില്ലായ്മ വിളമ്പാനല്ല കുട്ടിയെ വിടുന്നതെന്ന് അധ്യാപകരുടെ മുഖത്തു നോക്കി പറയാനുള്ള ആർജവം രക്ഷിതാക്കൾക്കുണ്ടാകണമെന്നും ഷൈൻ ടീച്ചർ കൂട്ടിച്ചേർത്തു. മനുഷ്യത്വമില്ലാത്ത അധ്യാപകർ ഇപ്പോഴും നാട്ടിലുണ്ട്. അങ്ങനെ മനുഷ്യത്വമില്ലാത്ത അധ്യാപകരെ തിരിച്ചറിയാൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം പഠിക്കണം, നമ്മൾ വായിക്കണം, എന്നിട്ട് പറയണം. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ മനുഷ്യക്കുട്ടികളെ
ജാതിയുടെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഏതെങ്കിലും ടീച്ചർ സംസാരിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ടീച്ചറെ ഇത് പഠിപ്പിക്കാനല്ല, ഇങ്ങനെ ചെയ്യാനല്ല നിങ്ങൾക്ക് ഞങ്ങൾ ഫീസ് തരുന്നത്. പ്രൈവറ്റ് സ്കൂളിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഫീസ് തരുന്നത് എന്താണെന്നറിയോ? ഈ രാജ്യത്തെ കുട്ടികളെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് മനുഷ്യരാക്കി ഈ സമൂഹത്തിലേക്ക് തിരിച്ചുവിടുന്നതിനാണ്. ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കാനാണ്. നിങ്ങളെ തോന്നിയാസം പഠിപ്പിക്കാനല്ല, നിങ്ങളുടെ അറിവില്ലായ്മ വിളമ്പാനല്ല എന്റെ കുട്ടിയെ വിടുന്നത്, ഞാൻ ഫീസ് തരുന്നത്. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ ഉയർന്നുയരാം എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസ്രുൽ ബന്ന, ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ CJ ഷൈനി, CDS പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വൈസ് ചെയർപേഴ്സൺ സിജി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. തൃക്കണാപതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളും പാടശേഖരങ്ങളിലുമാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പരിസരവാസികളും വഴിയോര കച്ചവടക്കാരും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായ സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇത് മാലിന്യം ഇന്നലെ രാത്രിയാണ് കൊടുന്ന് തട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ആൾക്കാർക്ക് നടന്നു പോകാനോ ആളുകൾക്ക് നടന്നു പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. സ്കൂൾ കുട്ടികളൊക്കെ പോണ വഴികളാണ്. രാത്രി വന്നിട്ടാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് അവർ തട്ടി പോണത്. ഇവിടെയുള്ള അടുത്തുള്ള കടകൾക്കൊന്നും തുറക്കാൻ പറ്റുന്നില്ല, വീടുകളൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചിറ്റണ്ട വരെ ഉണ്ട്. ഈ വെള്ളത്തിരി കയറ്റം വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് തുറന്നിട്ട് അവരാണ് പോയിരിക്കുന്നത്. രണ്ടാമത്തെ വട്ടം പാടത്ത് കൊടുന്ന് തട്ടിയിട്ടാണ് അവർ പോയത്. ആദ്യം പാടത്ത് കൊടുന്ന് തട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുറന്നു വിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 22 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മങ്ങാട് സെന്ററിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനാകും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും ചടങ്ങിൽ ആദരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ആദരവ് നിർവഹിക്കും. ഏറ്റവും സാങ്കേതിക സൗകര്യത്തോടുകൂടിയ UPS സംവിധാനം ഉൾപ്പെടെ അതിനാവശ്യമാകുന്ന സർവർ ക്രമീകരണം ഉൾപ്പെടെ ചെയ്തുകൊണ്ടാണ് ഒരു ഡിലേയും ഇല്ലാതെ ആളുകൾക്ക് ഫയൽ കൈകാര്യം ചെയ്തു പോകാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ഓഫീസ് സമുച്ചയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചു. കഴിഞ്ഞ 2023 നവംബർ 1 ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇപ്പോൾ 2 വർഷം കൊണ്ട് പൂർത്തീകരണത്തിലേക്ക്, 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക് നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തൃശൂർ LSGD ജോയിന്റ് ഡയറക്ടർ D സജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എന്നിവർ മുഖ്യാതിഥികളാകും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. 27,000 സ്ക്വയർ ഫീറ്റുള്ള 2 നില കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ പഞ്ചായത്ത് കാര്യാലയം, ഫസ്റ്റ് ഫ്ലോറിൽ കൃഷിഭവൻ, കുടുംബശ്രീ, ഗ്രാമസേവകൻ, തൊഴിലുറപ്പ്, എഞ്ചിനീയർ വിഭാഗങ്ങൾ തുടങ്ങി വിവിധ ഓഫീസുകളും പ്രവർത്തിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ES സുരേഷ്, LP അജയൻ എന്നിവർ പങ്കെടുത്തു. പെരുമ്പില വാൻസാർ ആശുപത്രിക്ക് സമീപം ഇരുവിഭാഗം യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ തലയ്ക്ക് ചട്ടികൊണ്ടുള്ള അടിയേറ്റ് യുവാവിന് പരിക്ക്. മണിയറക്കോട് കൊയ്യാങ്കോട്ടിൽ അബ്ദുൾ റസാഖ് മകൻ 20 വയസ്സുള്ള മുഹമ്മദ് റിൻഫാസനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8:30 ആശുപത്രിക്ക് സമീപത്തുള്ള ചായക്കടയ്ക്ക് മുൻപിൽ വെച്ച് ഇരുവിഭാഗം തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കോലിക്കര സ്വദേശികളായ യുവാക്കളാണ് റിഫാസിനെ ആക്രമിച്ചത് എന്ന് പറയുന്നു. കുന്നംകുളം ASI മധു സ്ഥലത്തെത്തി 3 പേരെ കസ്റ്റഡിയിലെടുത്തു. പാഠപുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾക്കൊപ്പം നിരവധി പാഠങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കുന്നംകുളം ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തനത്തിൽ പരിശീലനം നൽകി.
കുന്നംകുളം മേഖലയിൽ നിന്നുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകിയത്. വാർത്ത തയ്യാറാക്കൽ, വാർത്താവതരണം, പ്രോഗ്രാം ആങ്കറിംഗ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം. ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 50-ലേറെ കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കാളികളായത്. ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന ഭൈമി തരിയൻ, അധ്യാപിക KP രുക്മ എന്നിവർ മാധ്യമ പരിശീലനത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു. മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾ അധിക സമയം ഫോണിലും ടാബിലും സമയം ചെലവാക്കുന്നുവെന്ന പരാതിക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നതാണ് ഫിനിഷിംഗ് സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പണത്തിന്റെ ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചും കൈയക്ഷരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചും ഭക്ഷണമേശയിലെ മര്യാദകൾ, ശീലങ്ങൾ എന്നിവയുടെ ക്ലാസും പരിശീലനവും ഇതിനകം നടത്തിക്കഴിഞ്ഞു. രണ്ടാം ശനിയാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് ബദാനിയ ഫിനിഷിംഗ് സ്കൂളിന്റെ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. വേലൂർ പഞ്ചായത്ത് 13ാം വാർഡിൽ ആദരണീയം 2025 സംഘടിപ്പിച്ചു. RRT അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, വയോജനങ്ങളെ സംരക്ഷിക്കുന്ന പുഷ്പ സദനിലെ മദർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാപ്രവർത്തക, കുടുംബശ്രീ പ്രവർത്തകർ, യുവ കർഷകർ, SSLC+2 വിജയം നേടിയവർ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. വെള്ളാട്ടഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ നടന്ന ആദരണീയം പ്രശസ്ത ഗാനരചയിതാവായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, പഞ്ചായത്ത് അംഗം വിമല നാരായണൻ, KV പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് ജയിച്ചവരൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് ചാർജ് എടുത്തത് എന്ന് നമുക്കറിയാം. നമ്മുടെ അവിടെ കോവിഡ് പടർന്നു പിടിച്ചിട്ട് മനുഷ്യനെ കാണാൻ പറ്റാത്ത, ഒരുപക്ഷെ നമ്മളൊരു 100 കൊല്ലത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ, സ്പാനിഷ് ഫ്ലൂ വന്ന കാലത്തിന് ശേഷമുള്ള ചരിത്രം എടുക്കുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ സ്കൂള് കാണാത്ത 2 കൊല്ലം പോയ ഒരു കുട്ടികളുടെ തലമുറയുള്ള കാലത്താണ് ഇവരൊക്കെ ചാർജ് എടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്. എരുമപ്പെട്ടി മങ്ങാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് വടംവലി മത്സരം സംഘടിപ്പിച്ചു. മങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. MFA പ്രസിഡന്റ് ഷോബി ജോൺ അധ്യക്ഷനായി. കേരളത്തിലെ 25 പ്രശസ്ത ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ യുവതാര പൗണ്ട് വരന്തരപ്പള്ളി ജേതാക്കളായി. അവഞ്ചേഴ്സ് വാണിയാങ്കുളം 2ാം സ്ഥാനവും വിൻബോയ്സ് തൃശൂർ 3ാം സ്ഥാനവും നേടി. തൃശൂർ IRE അസോസിയേഷനായിരുന്നു മത്സരം നിയന്ത്രിച്ചത്. വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു. മഴ നനയാതെ ജനങ്ങൾക്ക് മത്സരം കാണുവാനുള്ള പ്രത്യേക ഗാലറി ഒരുക്കിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് ക്ലബ്ബായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സ്പോർട്സ് തെറാപ്പിസ്റ്റായ മങ്ങാട് സ്വദേശി VV വിജീഷ് 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ സ്വന്തമാക്കിയ MFA അംഗം രാംദേവിനെയും യോഗത്തിൽ ആദരിച്ചു. ഭാരവാഹികളായ PA ജോസഫ്, ഷോബി ജോൺ, PS ഗിരീഷ്, വിപിൻ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 45 വർഷങ്ങളായി എളവള്ളിയുടെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന എളവള്ളി യൂത്ത് ചേംബർ ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനവും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ഇസ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് TN ലെനിൻ അധ്യക്ഷനായി. സെക്രട്ടറി സർഫാസ് മുഹമ്മദ്, ട്രഷറർ അഭിജിത്ത്, പാലിയേറ്റീവ് കോർഡിനേറ്റർ KP ശ്രീജിത്ത്, അമല ക്യാമ്പ് കോർഡിനേറ്റർ ജിജോ ജോസ് എന്നിവർ സംസാരിച്ചു. നാട്ടിലെ പ്രായമായവർക്കും കിടപ്പു രോഗികളായവർക്കും ഏറെ പരിചരണം വേണ്ട ഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിനും മറ്റ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകുന്നതിനും കഴിയുന്ന തരത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേന യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് ഉപകരണങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് മരുന്നുകളും യൂത്ത് ചേംബർ GCC വിങ്ങിന്റെയും സീഖ് എളവള്ളിയുടെയും മറ്റ് കഴിയാവുന്നവരുടെയും സഹകരണത്തോടെ നൽകും. എളവള്ളി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുക. 7 ചികിത്സാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ എളവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 422 പേർ പങ്കെടുത്തു.
ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രോത്സവം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കും. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്നിയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ എന്നിവിടങ്ങളിലായി ആണ് മേള സംഘടിപ്പിക്കുക. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് MLA NK അക്ബർ ഉദ്ഘാടനം നിർവഹിക്കും. സമാപന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുക്കും. ഉപജില്ലയിലെ 96 സ്കൂളുകൾ മേളയിൽ പങ്കെടുക്കും. സയൻസ്, സോഷ്യൽ സയൻസ് മേളകൾക്ക് പുന്നിയൂർക്കുളം രാമരാജ മെമ്മോറിയൽ UP സ്കൂൾ വേദിയാകും. പ്രവൃത്തി പരിചയമേളയും IT ഗണിതശാസ്ത്ര മേളകളും കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 2 ദിവസങ്ങളിലായി 3350 കുട്ടികൾ മേളയിൽ പങ്കെടുക്കും. ബോൺമാരോ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന കുരുന്നുകളുടെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 22 ബുധനാഴ്ച സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കാളിയടത്തു വീട്ടിൽ മനോജ്, സുധാ ദമ്പതികളുടെ മക്കളായ അവനികയും ആയുഷുമാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അവനിക ചൂണ്ടൽ സ്കൂളിലും ആയുഷ് മരത്തംകോട് സ്കൂളിലുമാണ് പഠിക്കുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്കായി 1.20 കോടി രൂപ ചെലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിന് ആശുപത്രി ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് KBTA ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 80 ബസ്സുകൾ കാരുണ്യയാത്രയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ാം തീയതി ഈ 2 കുട്ടികൾ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരുണ്യയാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 85 ബസ്സുകൾ എന്ന് പറയുമ്പോൾ തീരുമാനിച്ച ബസ്സുകളാണ് പറഞ്ഞത്. നിങ്ങൾ തുടങ്ങുമ്പോൾ 60 ബസ്സാണ് നമ്മുടെ ഉണ്ടാകുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്. 85 ബസ്സായി. ഞങ്ങൾക്ക് തോന്നുന്നത് 22-ാം തീയതി ആകുമ്പോഴേക്കും 100 ബസ്സാകുമെന്നാണ്. അന്ന് ഈ എല്ലാ ബസ്സുകളും കിട്ടുന്ന മുഴുവൻ കളക്ഷനും, ചെലവ് കഴിച്ചുള്ള മുഴുവൻ കളക്ഷനും ഈ കുട്ടിയുടെ ചികിത്സാ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ കളക്ഷൻ തുകയും കുട്ടികളുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് കൈമാറും. 22-ന് രാവിലെ 10-ന് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാരുണ്യയാത്ര CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. KBTA രക്ഷാധികാരി M ബാലാജി, ജില്ലാ സെക്രട്ടറി VV മുജീബ്, ഏരിയ ഭാരവാഹികളായ PG വിശ്വനാഥൻ, ജോൺ ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെരുന്തുരുത്തിയിൽ ആരംഭിച്ച കോൺഗ്രസ് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. തുടർന്ന് വാർഡ് പ്രസിഡന്റ് KM റസാഖിന്റെ അധ്യക്ഷതയിൽ 5-6 വാർഡുകളിലെ കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് MK അലി, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ NK അബ്ദുൾ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ്, മണ്ഡലം ട്രഷറർ KM നദീർ തുടങ്ങിയവർ സംസാരിച്ചു. NCC കേഡറ്റുകൾക്ക് ആവേശമായി 88 വയസ്സുള്ള സാവിത്രി അമ്മയുടെ സാന്നിധ്യം. പാതി തളർന്ന അമ്മയെ ലോകം കാണിച്ച് ശ്രദ്ധ നേടിയ രാജഗോപാലാണ് സാവിത്രി അമ്മയെ NCC കേഡറ്റുകൾക്ക് മുന്നിലെത്തിച്ചത്. 24 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകൾ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി ആളൂർ പാലം ശുചീകരണ സമയത്താണ് സാവിത്രിയമ്മയും മകനും ആ വഴിയിലൂടെ കാറിൽ കടന്നു പോയിരുന്നത്. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കേഡറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത അമ്മ പിന്നീട് വീൽചെയറിൽ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. കുട്ടികളിൽ മാതൃസ്നേഹത്തിന്റെ വലിയ കരുതൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല പാഠമായി കാറിലിരിക്കുന്ന അമ്മയെ കൈകളിൽ താങ്ങി മകൻ വീൽചെയറിലിരുത്തി കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പുത്രസ്നേഹത്തിന്റെ വലിയ അറിവുകൾ അമ്മയുടെ മുഖത്തുനിന്നും മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ ആവേശഭരിതരായി. തന്റെ സഹപാഠിയായ രാജഗോപാലിനെയും മാതാവിനെയും പറ്റി NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു കുട്ടികൾക്ക് വിശദീകരിച്ചു. സിഖുകാരനായ സൈനികൻ ഹവീൽദാർ മഞ്ജിത് സിംഗിനോടൊപ്പം ഫോട്ടോയെടുത്തും കേഡറ്റുകളെ സല്യൂട്ട് ചെയ്തുമാണ് സാവിത്രിയമ്മ കുട്ടികളോട് യാത്ര പറഞ്ഞത്. പാതി തളർന്ന അമ്മയെ എടുത്ത് ലോകം ചുറ്റുന്ന ചൂണ്ടൽ സ്വദേശിയായ മകന്റെ യാത്രകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ BJP വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വാസവന്റെയും കോലം കത്തിച്ചു. ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വരവൂർ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ കാടാമ്പുഴ എന്നിവർ സംസാരിച്ചു. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം ഏരിയ സമ്മേളനം ഒക്ടോബർ 21-22 തീയതികളിൽ ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം K. രാധാകൃഷ്ണൻ MP നിർവഹിക്കും. ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ് അധ്യക്ഷനാകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയാകും. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ 2 ദിവസങ്ങളായി നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ്, സെക്രട്ടറി ബാബു ജോർജ്, പ്രോഗ്രാം കൺവീനർ സന്ദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിർമ്മാണ മേഖലകളിൽ കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് ലെൻസ്ഫെഡ്. ലെൻസ്ഫെഡിൻ്റെ നമ്മുടെ കുന്നംകുളം ഏരിയ സമ്മേളനമാണ് നമ്മൾ ഈ വരുന്ന 21-22 ദിവസങ്ങളായിട്ട് നടത്തുന്നത്. അതിൽ 21-ാം തീയതി നമ്മൾ ഒരു എക്സ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസിന് ഒരു ക്ലാസ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഹൗ ടു ബിക്കം എ സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ആ ഒരു ക്ലാസ്സും കൂടി ഈ സമ്മേളനത്തിനോടൊപ്പം ഫസ്റ്റ് ഡേ നടത്തുന്നുണ്ട്. ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക് നടക്കുക. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി. ചടങ്ങിൽ മുലയംപറമ്പത്തുകാവ് വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 4ാം വാർഡ് വട്ടമാവ് ഉന്നതിയിൽ പകൽ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വട്ടമാവ് ഉന്നതിയെ അംബേദ്കർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നതിയുടെ വികസനത്തിനായി 1 കോടി രൂപ കൂടി അനുവദിക്കുമെന്ന് MLA പറഞ്ഞു. അവിടെ നമുക്ക് വീടുകളിലെ റിപ്പയറിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെച്ചെങ്കിൽ, തീരെ കക്കൂസില്ലാത്ത വീടുകളുണ്ടെച്ചെങ്കിൽ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കൽ, ഇത്തരം കാര്യങ്ങൾക്കാണ് ജനുവരി മാസത്തിൽ അതിൻ്റെ അനുമതി കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ദുരിതമുള്ള കുടുംബങ്ങളിലെ ആ പ്രശ്നം കൂടി പരിഹരിക്കാൻ ജനുവരിയിൽ നമുക്ക് പരിപാടി ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും ഇങ്ങനെ ഒത്തിരിക്കുന്നത് തന്നെ കാണുന്നത് സന്തോഷം. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK വിശ്വംഭരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, വാർഡ് മെമ്പർ MK രാജേഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, ആയുർവേദ ഡോക്ടർ മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, ആശാവർക്കർ സരസു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പകൽ സമയത്ത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ മാനസിക ഉല്ലാസത്തിനും സംരക്ഷണത്തിനുമായി നിർമ്മിച്ച പകൽ വീട്ടിൽ ഭക്ഷണം, TV, ഫ്രിഡ്ജ്, പത്രം, വിശ്രമമുറി, ബാത്റൂം സൗകര്യങ്ങളും ചികിത്സാ സംവിധാനവും മരുന്നും അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ പരിശീലനവും നൽകും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കുന്ന പകൽ വീട്ടിൽ ഒരു കെയർ ടേക്കറെയും പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട്. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന് ഗൗരവമായി കാണണമെന്ന് വിസ്ഡം ചാവക്കാട് മണ്ഡലം മുജാഹിദ് പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. കുടുംബം, ധാർമ്മികത, സമൂഹം എന്ന പ്രമേയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചാവക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മദനി ഉദ്ഘാടനം ചെയ്തു. കാസിം ഒരുമനിയൂർ അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത സെഷനുകളിലായി PK അഷ്റഫ് സുലമി, KM ഹൈദരലി, യൂത്ത് പ്രതിനിധി ആഷിഖ് ഷൊർണൂർ, വിദ്യാർത്ഥി പ്രതിനിധി കാബിൽ, അസ്ലം വലപ്പാട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സമ്മേളനത്തിന് ബാദുഷ PM സ്വാഗതവും യൂസഫ് എടക്കഴിയൂർ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി PM ബാദുഷ പ്രസിഡന്റ്, ആരിഫ് അബ്ദുൽ വഹാബ് സെക്രട്ടറി, അലാവുദ്ദീൻ ചാവക്കാട് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഷ്ടപതി കലാകാരന്മാർക്ക് നാടിന്റെ ആദരം. ഗീതാഗോവിന്ദം ട്രസ്റ്റ് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക അഷ്ടപതി പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഗുരുവായൂർ ജ്യോതിദാസിന്റെ 62 ശിഷ്യരുടെ അരങ്ങേറ്റം ശ്രദ്ധേയമായി.
8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരാണ് സെപ്റ്റംബർ 28-ന് ഗുരുവായൂർ ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ എം. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രതിനിധി നിജീഷ് രാംദാസ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തി. ജ്യോതിദാസ് ഗുരുവായൂരിനെയും മകൾ ആര്യ ജ്യോതിദാസിനെയും ആദരിച്ചു. ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ജി.കെ. പ്രകാശൻ, കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരി, ഡോക്ടർ മണ്ണൂർ രാജകുമാരനുണ്ണി, മൗനയോഗി ഹരിനാരായണൻ, സദനം ഹരികുമാർ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കെ.പി. ഉദയൻ, ശോഭ ഹരിനാരായണൻ, വി.കെ. സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് കമ്മിറ്റി ഉമ്മൻചാണ്ടി സ്മൃതി സദസ്സ് സംഘടിപ്പിച്ചു. 500 കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണവും ചികിത്സാ സഹായവും നൽകി. മണ്ഡലം പ്രസിഡന്റ് ആൻഡോ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഷെഫീന ഷാനിർ, KP ഉദയൻ, KPA റഷീദ്, R രവികുമാർ, CS സൂരജ്, MF ജോയ്, റജീന അസീസ്, CM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ാമത് പുലിക്കോട്ടിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അരിയന്നൂരിലുള്ള PD സൈമന്റെ വസതിയിൽ ചേർന്ന കുടുംബസംഗമം മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് സാലൂർ ഉദ്ഘാടനം ചെയ്തു. പുലിക്കോട്ടിൽ ക്ഷേമസമിതി ചെയർമാൻ PT ജോസ് അധ്യക്ഷനായി. PA ജോസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുനുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ വികാരി ഫാദർ ജെയ്സൺ മാറോക്കി അനുഗ്രഹ പ്രഭാഷണവും കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഫെബിൻ കുത്തൂർ മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. സിസ്റ്റർ കൃപ അവാർഡ് വിതരണം നടത്തി. ജെയ്സൺ ചാക്കോ, PD സൈമൺ, PL ജിംപോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പന്നിശ്ശേരി സ്വദേശിയായ യുവാവിന് ചടങ്ങിൽ ചികിത്സാ ധനസഹായം കൈമാറി. ാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകമ്പാൽ സ്വദേശി നടുവിൽപ്പാട്ട് വീട്ടിൽ രത്നാകരന്റെ മകൻ രാഹുൽ കൃഷ്ണയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി 10 മണിക്കും ഞായറാഴ്ച രാവിലെ 7:30ക്കും ഇടയിലുള്ള സമയത്താണ് സംഭവം. കിടപ്പുമുറിയിലെ ഫാനിൽ ഷാളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കെട്ടഴിച്ച മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. കുന്നംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ജോലി ലഭിക്കാത്തതിന്റെയും വീടിന്റെ വായ്പ അടച്ചു തീരാത്തതിന്റെയും മനോവിഷമത്തിലായിരുന്നു അദ്ദേഹമെന്ന് പറയുന്നു. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഒക്ടോബർ 21 പോലീസ് സ്മൃതിദിനത്തിന്റെ ഭാഗമായി കേരള പോലീസ് സബ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രക്തം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊവ്വാഴ്ച രാവിലെ 9:30 മുതൽ കുന്നംകുളം ACP ഓഫീസിലെത്തി രക്തം ദാനം നിർവഹിക്കാവുന്നതാണെന്ന് പോലീസ് അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,980 രൂപ, സ്വർണം പവന് 95,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ ചാവക്കാട് വടക്കാഞ്ചേരി റോഡിനോട് ചേർന്ന് മനോഹരമായി നവീകരിച്ച ചാട്ടുകുളത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 28-ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് കുളം നവീകരിച്ചത്. കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ. തൃക്കണ പതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളിലും പാടശേഖരങ്ങളിലുമാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കർശന നടപടി വേണമെന്ന് നാട്ടുകാർ. ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭരണസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.